ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പോലെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വിൻഡോസിൻ്റെ പ്രൊഡക്റ്റ് കീ എങ്ങനെ കമാൻഡ് പ്രോംപ്റ്റ് വഴി കണ്ടെത്താൻ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എൻ്റെ ഈ ലാപ്ടോപ്പിനകത്ത് ഇവിടെ നോക്കിയാൽ കാണാം വിൻഡോസ് ഈസ് ആക്ടിവേറ്റഡ്. ഇവിടെ പ്രൊഡക്റ്റ് ഐ ഡി മാത്രമേ നമുക്കിവിടെ വിസിബിൾ ആകാൻ കാണുന്നുള്ളൂ. അതേപോലെ ഞാൻ അതിൻ്റെ ഈ ഒരു ആക്ടിവേഷൻ ടാബ് എടുത്തു കഴിഞ്ഞാൽ ആക്ടിവേഷൻ സ്റ്റാറ്റസ് വിൻഡോസ് ഈസ് ആക്ടിവേറ്റഡ് വിത്ത് ഡിജിറ്റൽ ലൈസൻസ് ഇത് മാത്രമാണ് കാണുന്നത്. പിന്നെ ചേഞ്ച് പ്രൊഡക്റ്റ് കീ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ എനിക്ക് ഇതിൻ്റെ താഴെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കറൻ്റ്ലി നമ്മുടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് കീ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. നേരെ നമ്മൾ സെർച്ചിൽ പോയിട്ട് CMD എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ ഓപ്പൺ ആവും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് എ അഡ്മിനിസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്യാം. യെസ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. WMIC സ്പേസ് പാത്ത് സ്പേസ് സോഫ്റ്റ്വെയർ ലൈസൻസിങ് സർവീസ് സ്പേസ് ഗെറ്റ് സ്പേസ് OA3. OA എന്നുള്ളത് ക്യാപ്സും 3X ഒറിജിനൽ പ്രോഡക്റ്റ് കീ. ഈ ഒറിജിനൽ പ്രോഡക്റ്റ് കീ എന്നുള്ളത് Oയും Pയും Kയും ക്യാപ്സ് എൻ്റർ ചെയ്യുക. ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റ് കീ കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റ് കീ. ഇതേപോലെ നമുക്ക് ഏത് സിസ്റ്റത്തിൻ്റെയും പ്രോഡക്റ്റ് കീ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റ് കീ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ വിൻഡോസ് ജെനുവിനായിട്ട് ആക്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് കീ കണ്ടെത്താൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കീ കണ്ടെത്താൻ പറ്റും. പിന്നീട് നമ്മൾ റീഇൻസ്റ്റാളോ എന്തെങ്കിലും സമയത്ത് നമുക്കത് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.